വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളായി നമ്മൾ ലൈഫ് അപ്ഡേറ്റ്സും കരിയർ അപ്ഡേറ്റ്സും ഒക്കെ ചെയ്തിട്ട്. എന്തായാലും ലൈഫ് അപ്ഡേറ്റ്സ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കരിയർ അപ്ഡേറ്റ്സിലേക്ക് വരാം എന്തായാലും ഈ ഒരു വീഡിയോയിൽ. അപ്പം ഒരു 3 വർഷം മുൻപ് നമ്മൾ ജോഷ് ടോക്സിൽ പോയ സമയത്ത് ഒത്തിരി പേർക്ക് ഇൻസ്പിറേഷൻ ആയ ഒരു വീഡിയോ ഇന്ന് അതിൻ്റെ ഒരു സജഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഒരുപാട് പേര് അതിനകത്ത് തന്നെ കമൻറ്റ് ചെയ്യും, അല്ലാതെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ചോദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്, ക്യാബിൻ ക്രൂ ആയിട്ട് ഇപ്പോൾ ഫ്ലൈ ചെയ്യുന്നില്ലേ, ഇപ്പോൾ പോകുന്നില്ലേ. അപ്പോൾ ആർക്കും ഇപ്പോഴത്തെ ഒരു കറണ്ട് ഞാനിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് ആർക്കും അധികം അറിയില്ല. അപ്പോൾ കുറേ പേര് ക്യാബിൻ ക്രൂ ഈ ഒരു പ്രൊഫഷനെ കുറിച്ച് മാത്രം ചോദിക്കാനായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത്. പിന്നെ ആക്ച്വലി ഞാൻ ഓഫീസിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് വേഗം ഈ ഒരു കമൻസ് കുറച്ചിങ്ങനെ കാണാനിടയായതുകൊണ്ട് വേഗം ഒരു ക്വിക്ക് കരിയർ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോയിൽ. ഓക്കെ, എന്തായാലും ഈ ക്യാബിൻ ക്രൂ പ്രൊഫഷൻ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് കുറേ പേർക്ക് അതറിയാം, പ്രഗ്നൻ്റ് ആയിട്ട് കുറച്ച് നാളായിട്ട് ഇരിക്കുകയാണ്. അത് മാത്രമല്ല, ഞാൻ ക്യാബിൻ ക്രൂ എന്നുള്ളൊരു പ്രൊഫഷൻ കംപ്ലീറ്റ് ആയിട്ട് വിടുകയും ചെയ്തിട്ടില്ല. ഞാൻ ക്യാബിൻ ക്രൂ ആയിട്ട് ഫ്ലൈ ചെയ്യുന്നല്ല, പക്ഷേ ആ ഒരു പ്രൊഫഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരുപാട് പേർക്ക് ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും അതേപോലെ ഏവിയേഷൻ ക്യാബിൻ ക്രൂ ട്രെയിനിങ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അതിലേക്ക് വരാനുണ്ടായ കാര്യങ്ങളും അതിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങളും ചില വീഡിയോസിൽ മാത്രമായിട്ടൊക്കെ അറിയാവുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഞാനൊരു ക്വിക്കായിട്ടുള്ള എൻ്റെ ജേർണി എങ്ങനെയാണെന്നുള്ളത് ഇപ്പം പറയാം. ആദ്യമേ തന്നെ ഈ ഒരു പ്രൊഫഷനിൽ ഒരുപാട് കുട്ടികളുടെ ഒരു റിക്വസ്റ്റാണ് പാരൻസിനെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാമോന്ന്. പാരൻസിനെ ആക്ച്വലി എനിക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റില്ല. ഇതെല്ലാ പാരൻസും സ്വയമേ തിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ ലൈഫ് ജേണി, ഈ ഒരു കരിയർ ജേണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, അതായത് 18 വയസ്സിൽ ഏവിയേഷൻ പഠിച്ചിട്ട് 18 വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഏവിയേഷൻ എന്ന ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂട്ട് സപ്പോർട്ടോ അല്ലെങ്കിൽ ട്രെയിനിങ് സപ്പോർട്ടോ അങ്ങനെയൊന്നും ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സോ കസിൻസോ ആരും ഇതിനെക്കുറിച്ചോ ഈ ഒരു പ്രൊഫഷനെ കുറിച്ചോ എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം 18ാമത്തെ വയസ്സിൽ എനിക്ക് തന്ന ജോബ് പ്ലേസ്മെൻ്റ് എന്ന് പറയാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പ്രൊവൈഡ് ചെയ്തത് വളരെ എന്താ പറയുക, ഞാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്തേക്കായിരുന്നു, ഒരു ലോഞ്ചിലേക്കായിരുന്നു. അവിടെ നിന്നിട്ട് സ്വയമേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എയർലൈൻസ് അല്ലെങ്കിൽ എയർപോർട്ട് എന്ന ഫീൽഡിലേക്ക് ഞാൻ വരുന്നത്. ഡയറക്റ്റ്ലി ഞാനിപ്പോൾ ഓടി തന്നെ എനിക്ക് നാളെ ക്യാബിൻ ക്രൂ ആവണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ ക്യാബിൻ ക്രൂ എന്നൊരു ഫീൽഡിലേക്ക് വന്ന ആളേ അല്ല. ഇപ്പോൾ ഈ ഒരു പാഷൻ്റെ പുറത്ത് ഒത്തിരി കുട്ടികൾ വീഡിയോസ് കണ്ടിട്ടും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അവരുടെയൊക്കെ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ യൂണിഫോം ഇട്ടിട്ട്, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ക്യാബിൻ ക്രൂ ആവാം അല്ലെങ്കിൽ നാളെ തന്നെ എനിക്ക് ക്യാബിൻ ക്രൂ ആവാമെന്ന് ചിന്തിക്കരുത്. അതിനൊത്തിരി സ്ട്രഗിൾ അതിൻ്റെ ബാക്കിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നല്ലൊരു കോച്ചിങ് അല്ലെങ്കിൽ നല്ല ലാംഗ്വേജ് സ്കില്ല് ഇതൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇതൊക്കെ മീറ്റ് ചെയ്യണം. സോ ബിഗിനിങ് ടൈമിൽ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ അത്ര ലാംഗ്വേജിന് ഫ്ലുവൻ്റ് ആയിരുന്ന ആളോ അല്ലെങ്കിൽ ഒരുപാട് ഈ ഒരു പ്രൊഫഷനെ കുറിച്ച് മനസ്സിലാക്കി വന്ന ഒരാളോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആളേ അല്ല. എന്നിരുന്നാലും എൻ്റെ പാരൻസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് നാളെ എന്താണോ ആവേണ്ടത് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇത് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഈ ഒരു കോഴ്സ് എനിക്ക് പഠിക്കണം, ഏവിയേഷൻ പഠിക്കണം, എനിക്കതിന് പോകണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ പാരൻസ് വളരെ സപ്പോർട്ടായിരുന്നു. അവരത് പഠിച്ചു. അപ്പം ഏവിയേഷൻ പഠിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം അങ്ങനെ ഒരുപാട് ലക്ഷങ്ങൾ കൊടുത്താണ് ഇപ്പോൾ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ പേയ്മെൻറ്റ്സ് വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് 1.25 ലക്ഷം കൊടുത്താണ് ഞാൻ പഠിച്ചത്. 1.5-1.25 അടുത്തായിട്ടുണ്ട്.
അപ്പോൾ ആ സമയത്ത് ഞാൻ പാർട്ട് ടൈം ജോബ്സും അതേപോലെ തന്നെ വേഗം തന്നെ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറഞ്ഞ് ഒരു ജോബിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ലോഞ്ചിൽ എയർപോർട്ടിലേക്ക് അവർ തന്നത്. അപ്പം അവിടെ നിന്നിട്ട് ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടാണ് കയറിയത്. അപ്പോൾ ഫീസ് അടയ്ക്കാനൊക്കെ ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതല്ല, എന്നാലും എന്നെ പഠിപ്പിച്ചു. ഞാനും എൻ്റെ എഫേർട്ട് കുറേ എടുത്തിട്ടു. അങ്ങനെയാണ് ഞാൻ ആദ്യമായി ബാംഗ്ലൂർ എയർപോർട്ടിൽ ജോബിന് കയറുന്നത്. അവിടെ നിന്നിട്ടാണ് ഓരോ സ്റ്റെപ്പ് ബൈ ഇങ്ങനെ ഒരു പ്രൊസീജിയറിലേക്കൂടെ ദെൻ എയർലൈൻ്റെ ഡയറക്റ്റ് സ്റ്റാഫായിട്ട് ഇൻഡിഗോയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തും ഞാൻ എന്താ പറയുക, ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു. എങ്ങനെ ഒരു ക്രൂ ആവാൻ പറ്റും, ക്യാബിൻ ക്രൂ എന്നുള്ളൊരു ടൈറ്റിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, അത് എന്ന് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷൻ എപ്പോഴും വരും. എന്ന് വരും, അല്ലെങ്കിൽ എന്ന് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും, എന്ന് എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന്. അപ്പം ഞാൻ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഇതുപോലെ തന്നെ ഒരു നൈറ്റ് ഷിഫ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് ഇൻഡിഗോയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് കാണുന്നത് ഗോയറിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്, ഒന്ന് പോയി അറ്റൻഡ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഞാൻ ആക്ച്വലി മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത്രയും പനിയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുള്ള ഒരു നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു എനിക്കന്ന്. രാവിലെ തന്നെ ഞാൻ റെഡിയായി പോയതും ഒക്കെ എനിക്കിപ്പോഴും നല്ലൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ആ ഫുൾ സ്റ്റോറി ഞാൻ പറയുന്നില്ല. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണെങ്കിൽ എൻ്റെ മമ്മിയാണ് എന്നെ പുഷ് ചെയ്ത് വിട്ടത്. ഇൻ്റർവ്യൂവിന് പോകണം, നീ പോയേ പറ്റുള്ളൂ, വയ്യാന്നൊന്നും പറഞ്ഞിരിക്കേണ്ട, എന്തായാലും അറ്റൻഡ് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂ ലക്കിലി എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഗോയറുടെ ക്യാബിൻ ക്രൂ എന്ന ഡെസിഗ്നേഷനിലേക്ക് ഞാൻ വരുന്നത് ആദ്യമായിട്ട്. അപ്പോൾ എന്താ പറയുക, ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു ഡ്രീമിലേക്ക് എത്താൻ എനിക്ക് ഏകദേശം ഒരു 3 വർഷത്തോളം വേണ്ടി വന്നു. അതായത് 18 വയസ്സ് ആയതിനു ശേഷം ഏകദേശം ഞാനൊരു 20-21 വയസ്സിലാണ് ക്യാബിൻ ക്രൂ എന്ന ആ ഒരു ഡെസിഗ്നേഷനിലേക്ക് ഞാൻ വരുന്നത്. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു ഡ്രീം കം ട്രൂ ഡേ വന്നു, അല്ലെങ്കിൽ ഞാൻ അച്ചീവ് ചെയ്തു എന്നുള്ള ഭയങ്കര സന്തോഷവും ആ ഒരു പ്രൗഡ് മൊമെൻറ്റും പാരൻസിനുള്ള സന്തോഷം. അന്ന് ഞാൻ മാരീഡ് അല്ല, അപ്പം അന്ന് എനിക്ക് ഫിയാൻസി ആയിരുന്നു. അപ്പോൾ ആളുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ക്യാബിൻ ക്രൂ ആവണം വെച്ചാൽ എനിക്ക് ക്യാബിൻ ക്രൂ ആവണം വെച്ചാൽ എന്ന് പറയുമ്പോൾ ആളാണ് എന്നോട് പറയാം, നീ ആവും. ഉറക്കത്തിലൊക്കെ രാത്രി വിളിച്ചിട്ട് ഞാൻ പറയും, എനിക്ക് ക്യാബിൻ ക്രൂ ആവണം, എനിക്കിത് ക്യാബിൻ ക്രൂ ആവണം. അപ്പോൾ എന്നോട് പറയും, നീ ആവും, നീ ഒരു ദിവസം ആവും എന്നെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വീട്ടിലാണെങ്കിൽ മമ്മിയും പപ്പയും ഒക്കെ ഇതിന് സപ്പോർട്ടും. അങ്ങനെ അതായതിൻ്റെ ആ ഒരു സന്തോഷം എന്താ പറയുക, വല്ലാത്തൊരു ഒരു അച്ചീവ്മെൻറ്റ് വന്ന ഒരു ഡേൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം അന്നെന്നൊക്കെ വെച്ചാൽ ഞാൻ ചെയ്തിരുന്ന എക്സ്ട്രാ എഫേർട്ട് എന്ന് പറയുന്നത് ലാംഗ്വേജ് സ്വന്തമായിട്ട് പഠിക്കാനുള്ള ഇനീഷ്യേറ്റീവ്സ് എടുക്കുക. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷാണ്. പക്ഷേ ഹിന്ദി ഞാൻ ഇപ്പോഴും അത്ര ഫ്ലുവൻ്റ് ഒന്നുമല്ല. ബട്ട് ആ ഒരു ടൈമിൽ എന്താ പറയുക, അറ്റ്ലീസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിന് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ എപ്പോഴും വീഡിയോസൊക്കെ നോക്കും, ക്യാബിൻ ക്രൂസിൻ്റെ ആണെങ്കിലും അല്ലാതെ ഗൂഗിൾ റെഫറൻസ് എടുക്കും, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സ്വയമേ ഇരുന്ന് പ്രിപ്പയർ ചെയ്യും. അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് പഠിച്ചു. അല്ലാണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേറെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എനിക്കിപ്പോൾ ഞാൻ ഇന്ന് എന്താണോ മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. ഇന്നിപ്പോൾ കോമ്പറ്റീഷൻ ലെവലും ഭയങ്കര ഹൈ ആണ്, അന്ന് അത്ര കോമ്പറ്റീഷൻ ലെവലും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഞാൻ അന്ന് ഇൻ്റർവ്യൂസിന് പോകുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു 100 മുതൽ അങ്ങോട്ടേക്കാണ് ഇൻ്റർവ്യൂവിൻ്റെ ക്രൗഡ് വരുന്നത്. അത്രയും കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. 100 അല്ല, ഇപ്പോൾ 2000 കുറഞ്ഞത് അത്രയും പേരെങ്കിലും ഒരു വാക്കിൻ ഇൻ്റർവ്യൂവിന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ക്യാബിൻ ക്രൂവിൻ്റെ ഒരു സംഭവം പോകുന്നത് കേട്ടോ. അങ്ങനെ ഒരു കോവിഡ് ടൈമൊക്കെ വന്നപ്പോൾ എനിക്ക് റെസിഗ്നേഷൻ ഇടേണ്ടി വന്നു. അതിനുശേഷം ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ജസീറയിലേക്ക് കയറുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു എയർലൈൻസിനെ പറ്റി ഞാൻ കേൾക്കാനോ എനിക്കധികം ഈ എയർലൈൻസിനെ കുറിച്ച് അറിയാനോ ഒന്നും ഒരു വഴി ഉണ്ടായിരുന്നില്ല. ഞാനധികം കേട്ടിട്ടില്ല. റാൻഡംലി ഞാൻ അപ്ലൈ ചെയ്തതാണ്. ഒരുപാട് ഇൻ്റർനാഷണൽ എയർലൈൻസിൽ അപ്ലൈ ചെയ്തിട്ട് കിട്ടാതിരുന്ന ഫൈനലി വന്നൊരു കോളാണ് ഈ ഒരു എയർലൈൻ്റെ. അങ്ങനെ ജോയിൻ ചെയ്തു. ഒരു 2 years ആ കമ്പനിയായിട്ട് വർക്ക് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഒരു അതിൻ്റെ വീഡിയോ ഓൾറെഡി കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം. ഞാൻ മുൻപ് ഒരുപാട് 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടാവും. എനിക്കൊരു ക്രൂഷ്യൽ ടൈം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോൾ എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു എൻ്റെ മനസ്സിൻ്റെ അടുത്ത്, ഇനി ക്യാബിൻ ക്രൂ ആയിട്ട് തന്നെ പോകണോ അതോ എന്താ. ആ സമയത്ത് ഓൺലൈനായിട്ട് ഞാനൊരു പ്ലാറ്റ്ഫോം തുടങ്ങിയതും നിങ്ങൾക്കറിയാം,
ടോക്ക് വിത്ത് ആഷ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, എന്നെ പോലെ ഒത്തിരി പേര് ഇതുപോലെ പഠിക്കണം, ക്യാബിൻ ക്രൂ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവുമല്ലോ, അവരെ എങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഇതിനൊരു അവയർനെസ് കൊടുക്കാം, ഇൻ്റർവ്യൂ ടിപ്സ് ട്രിക്സ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോക്ക് വിത്ത് ആഷിൽ ഒത്തിരി ഏകദേശം ഒരു 200-250 കുട്ടികളോളം എൻ്റെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒത്തിരി കുട്ടികൾ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അതിൽ എനിക്ക് കിട്ടിയ ലിസ്റ്റ് അനുസരിച്ചിട്ട്, അതായത് കുറേ പേരൊക്കെ എന്നെ അപ്ഡേറ്റ് ചെയ്യും, അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യും, ചേച്ചി ഇങ്ങനെ ഞാൻ ക്യാബിൻ ക്രൂ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബേസും അവരുടെ ട്രെയിനിങ്ങും ഇതൊക്കെ എനിക്ക് സ്ക്രീൻഷോട്ട്സ് അയച്ചു തരും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ദൈവം കാരണം ഞാൻ പറഞ്ഞു കൊടുത്തൊരു കുട്ടിയാണല്ലോ ക്യാബിൻ ക്രൂ ആയതെന്ന് വെച്ചിട്ട് ഭയങ്കര സന്തോഷമുണ്ടായി. പിന്നെ ചിലരൊക്കെ എന്താ പറയുക, ട്രെയിനിങ് കഴിഞ്ഞിട്ട് തിരിഞ്ഞു പോലും മൈൻഡ് ചെയ്യാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ ഞാൻ ഈ കോൺടാക്റ്റ് സേവ് ചെയ്തിട്ടേക്കുന്ന കാരണമുണ്ട് സ്റ്റോറി കാണാൻ പറ്റും എനിക്ക്. അപ്പോൾ ഞാൻ സ്റ്റോറിയിലാണെങ്കിലും നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങൾ ഡ്രീം അച്ചീവ് ചെയ്തത് കാണുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം. ഫ്ലൈ ചെയ്യുന്നതും ബോർഡിംഗ് പാസ്സൊക്കെ പിടിച്ചിട്ട് എയർപോർട്ടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുന്ന ഫോട്ടോസ് അതൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ സ്റ്റോറി. അപ്പോൾ ഞാനത് കാണുമ്പോൾ ഞാൻ ഓർക്കും, ഓക്കെ പറഞ്ഞില്ലെങ്കിലും എനിക്കത് കാണാൻ പറ്റിയല്ലോ, അവർ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്തു എന്നുള്ളൊരു സന്തോഷം അതെനിക്ക് അതിൽ നിന്ന് കിട്ടി കേട്ടോ. അങ്ങനെ നാട്ടിലെത്തിയതിന് ശേഷം ഞാൻ ആലോചിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, ഇനി ഫ്ലൈ ചെയ്യണോ, എന്തായാലും എനിക്ക് ഫാമിലി ആ ഒരു കാര്യം കൂടി വേണം എന്നുള്ളൊരു മൈൻഡിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഫ്ലൈ ചെയ്താൽ ഇനി അത് അങ്ങോട്ട് നടക്കില്ല എന്നുള്ളൊരു തോന്നൽ വന്നു. കാരണം ഓൾറെഡി ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഷിപ്പിലായതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നത് ഫ്ലൈറ്റിലും. അപ്പോൾ രണ്ടും കൂടെ മീറ്റിംഗ് വളരെ കുറവാണ്. മീറ്റ് ചെയ്യുന്നത് വൺസ് ഇൻ ഇയർ എന്ന് പറഞ്ഞ പോലെ വൺസ് ഇൻ എ ബ്ലൂ മൂണാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫാമിലി എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാണ്ടായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നാട്ടിൽ തന്നെ സെറ്റിൽ ആവുന്ന രീതിയിൽ നോക്കാം, ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ എനിക്ക് ഏറ്റവും പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ കറൻ്റ്ലി ഞാൻ നിൽക്കുന്നത് ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ സിസ്റ്റർ എന്ന പോലെ കാണുന്ന അനുവും കൂടെ ആണിപ്പോൾ ഏവിയേഷൻ അക്കാഡമി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതും അങ്കമാലി തന്നെയാണ്. അപ്പം ഓൾറെഡി എന്താ പറയുക, ഒരുപാട് നമുക്ക് ലൈഫിൽ നിന്ന് ലെസൺസ് പഠിച്ച് വന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒത്തിരി എക്സ്പീരിയൻസുകളും എല്ലാം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഏറ്റവും പ്രൗഡായിട്ട് പറയാനുള്ള കാര്യം, ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഫ്ലൈ ചെയ്യല്ല, ഞാനിപ്പോൾ ഏവിയേഷൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയാണ്. അതും ക്യാബിൻ ക്രൂ ട്രെയിനിങ്ങും ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ ട്രെയിനിങ്ങും എല്ലാം കൊടുക്കുന്നുണ്ട്. അതും അഫോർഡബിൾ ഫീസിലാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്ന ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഈ അക്കാഡമി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. കാരണം ലക്ഷങ്ങൾ കൊടുത്ത് ഏവിയേഷൻ പഠിക്കേണ്ടി വരും. ഞാനും അതിൽ കൂടെ കടന്നു വന്ന ഒരാളാണ്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ 1.25 ലക്ഷം രൂപയുടെ അടുത്ത് വരെ കൊടുത്ത് പഠിച്ചിട്ട് അവർ തന്ന ഒരു പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ ഒരു എയർപോർട്ട് ലോഞ്ചിലാണ്. അപ്പം പ്ലേസ്മെന്റും അല്ല, അത് ആ സമയത്ത് കിട്ടിയൊരു ജോബ് അതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ ഇങ്ങനെയൊക്കെയാണോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഇത്രയും പഠിച്ചിട്ട് ഡിപ്ലോമ കോഴ്സ് പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. എന്നിട്ട് സ്വന്തം കാര്യം കൊണ്ടാണ് കയറി പോകുന്നതും. അപ്പം ഞാൻ ഓർത്ത്, ഇതുപോലെ ഒത്തിരി കുട്ടികൾ ഈ 2 ലക്ഷം 3 ലക്ഷം ഡിഗ്രിക്കൊക്കെ 4 ലക്ഷം രൂപ വരെ കൊടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുടെ മെസ്സേജസ് എനിക്ക് അയക്കാറുണ്ട്, ഇങ്ങനെ കുട്ടികൾ ഞാൻ ക്വിറ്റ് ചെയ്യാണ് ചേച്ചി, എനിക്ക് പറ്റുന്നില്ല പഠിക്കാനായിട്ട്, അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഹോസ്പിറ്റാലിറ്റി ഒക്കെ ആണൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുക. അപ്പോൾ ഞാൻ ഓർത്ത്, അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നമ്മളുടെ സൈഡിൽ നിന്ന് കേൾക്കാൻ പാടില്ല. എങ്ങനെയാണെങ്കിലും അവരൊരു അഫോർഡബിൾ ഫീസിലായിരിക്കണം പോകേണ്ടത്. അതേപോലെ തന്നെ അവർക്കൊരു ബെസ്റ്റ് ട്രെയിനിങ് കിട്ടണം, അവരുടെ ഡ്രീം അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റണം, പാരൻസിന് ഒരുപാട് സ്ട്രഗിൾ ചെയ്യിക്കരുത്. ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെയാണ് ഒരു അഫോർഡബിൾ ഫീ സ്ട്രക്ചറിൽ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു അക്കാഡമി സ്വന്തമായിട്ട് സിഗ്നേച്ചർ ഏവിയേഷൻ അക്കാഡമി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒത്തിരി കുട്ടികൾ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേരുടെ ഇൻ്റർവ്യൂ റൗണ്ട്സ് 2-3 റൗണ്ട്സ് ഒക്കെ ക്ലിയർ ആവുന്നുണ്ട്. ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഫസ്റ്റ് റൗണ്ടിൽ റിജക്റ്റ് ആയിപ്പോവും. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഒരു 10-12 ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഒരു ഇൻ്റർവ്യൂ ക്രാക്ക് ആയതെന്ന് വേണമെങ്കിൽ പറയാം ചില എയർലൈൻസിൽ. അപ്പോൾ അതേപോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളാണ് ഇവരും. അപ്പോൾ ലാംഗ്വേജ് വളരെ പുറകോട്ടുള്ളവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആക്കുക. ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയാലും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അവരുടെ കോൺഫിഡൻസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് ക്യാബിൻ ക്രൂ പ്രൊഫഷൻ ആയാലും ഗ്രൗണ്ട് സ്റ്റാഫ് ആയാലും. അപ്പം മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ക്യാബിൻ ക്രൂ ആവാനായിട്ട് +2 ക്വാളിഫിക്കേഷനും ഗ്രൗണ്ട് സ്റ്റാഫ് ആവാനായിട്ട് ഡിഗ്രിയുമാണ് വേണ്ടത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന അടുത്തൊരു ഡൗട്ടാണ്, പിന്നെ എന്തിനാണ് ഡിപ്ലോമ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഏവിയേഷൻ പഠിക്കുന്നത്, സർട്ടിഫിക്കറ്റ് വാല്യൂ IATA പഠിക്കുന്നത് എന്തിനാ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം
ഡിഗ്രി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നോർമൽ ഡിഗ്രി മതി. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഏവിയേഷൻ പഠിക്കണമെന്ന് അല്ലെങ്കിൽ BBA വിത്ത് ഏവിയേഷൻ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും. അപ്പോൾ ഏതെങ്കിലും ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഒരു 50,000 താഴെ ഡിസ്റ്റൻ്റ് ആയിട്ടോ ഒക്കെ ഇഷ്ടംപോലെ നല്ല യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതിൻ്റെ ഒപ്പം വേണമെങ്കിൽ ഇപ്പോൾ ലാംഗ്വേജ് കുറവും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെ ഇൻ്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്ന് അറിയാൻ പാടില്ലാത്തതായിട്ടുള്ള കുട്ടികളുണ്ട്. എങ്ങനെ അവരുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ളവർക്കാണ് നമ്മളുടെ ട്രെയിനിങ് ഏറ്റവും അധികം യൂസ്ഫുൾ ആവുക. അപ്പോൾ ആ ട്രെയിനിങ് കൂടെ ആവുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഈ കോഴ്സ് ജോയിൻ ചെയ്യാം. അതല്ല +2 കഴിഞ്ഞ കുട്ടികൾക്കാണെങ്കിലും 1 ഇയർ കോഴ്സിലേക്ക് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അത്രയും നല്ല ബെസ്റ്റ് കോച്ചിങ്ങും ട്രെയിനിങ് കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് വന്നത്. അല്ലാതെ ഒരിക്കലും എന്താ പറയുക, കുറേ പേരുടെ കമൻസിൽ കാണാം ഇതൊക്കെ വെറും തട്ടിപ്പാണ്, ഏവിയേഷൻ പഠിക്കണമെന്നൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു ഇതിൽ കൂടെ ഞാൻ പഠിച്ചു വന്നൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്തായിരിക്കണം ഒരു ട്രെയിനിങ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കേണ്ടത്, ആ ഒരു വ്യക്തമായ ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, സക്സസ്ഫുള്ളി ഇപ്പോൾ ഒരു കമ്പനി അക്കാഡമി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയൊരു ഫ്ലൈയിങ് ലൈഫിലേക്ക് തൽക്കാലം ഞാൻ പോവില്ല. അതാണ് എൻ്റെ കരിയർ അപ്ഡേറ്റ്. ഇനി ക്യാബിൻ ക്രൂ പ്രൊഫഷനിൽ തന്നെ ഇത് പഠിക്കുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് 18 വയസ്സിലെ തന്നെ ജോബ് നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ക്യാബിൻ ക്രൂ ആയിട്ട് കയറുകയാണെങ്കിൽ ഒത്തിരി ഗുണമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ലൈഫ് സെറ്റാവും. ഒരു ഇൻ്റർനാഷണൽ എയർലൈൻസിലേക്കൊക്കെ ജമ്പ് ചെയ്യാൻ പറ്റും 21 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും, 20-21. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ തമ്മിൽ ജോഷ് ടോക്സിൽ ഞാൻ സംസാരിച്ച കാര്യങ്ങളിലേക്കാളും ഇരട്ടിയാണ് ഇപ്പോൾ സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ വരുന്നത്. 2 lakhs അബോവ് സാലറി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അല്ലാതുള്ള പ്രൊഫഷണലും ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി പഠിക്കാൻ വളരെ കുറച്ച് സമയവും അതേപോലെ തന്നെ ഒരു നല്ലൊരു എന്താ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണമെങ്കിലും ഒക്കെ നല്ലൊരു പ്രൊഫഷനാണ്. നിങ്ങൾക്ക് ആ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ. അപ്പോൾ പാരൻസ് ഒരിക്കലും ഞാൻ പറയുന്നത് സ്റ്റുഡൻസിനെ ഡീമോട്ടിവേറ്റ് ചെയ്യാതിരിക്കാം. അവർക്ക് എന്താണോ ആഗ്രഹം, എന്ത് പ്രൊഫഷനോ ആയിക്കോട്ടെ, ഈ ഒരു പ്രൊഫഷൻ എന്നല്ല, അവരുടെ ആഗ്രഹം എന്താണോ അത് സപ്പോർട്ട് ചെയ്യാം. അല്ലാതെ ഇപ്പോൾ കുറേ പുഷ് ചെയ്തിട്ട് നീ ഇത് തന്നെയാണെന്ന് പറയുമ്പോൾ അവർക്കിടെ മനസ്സിൽ ഓൾറെഡി ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെ വേറൊരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനോടുള്ള ഇൻട്രസ്റ്റ് കുറയും, പഠിക്കാൻ പുറകോട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ളതിനേക്കാളും ഏറ്റവും ബെറ്റർ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കാര്യം വരികയാണെങ്കിലും എനിക്കിപ്പോൾ 18 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 28ാമത്തെ വയസ്സിൽ സ്വന്തമായ ഒരു ഏവിയേഷൻ അക്കാഡമിയും അതുപോലെ അവിടെ വരുന്ന സ്റ്റുഡൻസിന് അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുക എന്ന് പറയുന്നത് അതത്ര ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ്. അതിൻ്റെ ഒപ്പം തന്നെ ഇനി ഒരു പ്രൗഡ് അനൗൺസ്മെൻറ്റും കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്. ആഷ് സിഗ്നേച്ചർ ട്രെൻഡ്സ് എന്ന് പറയുന്ന ഒരു ബൊട്ടീക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൾറെഡി അതിൻ്റെ ഒരു ചെറിയൊരു ലോഞ്ചിങ് വീഡിയോ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഞാനും അനുവും കൂടെ. അപ്പം അതിൻ്റെ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന കോസ്റ്റ്യൂം അക്കാഡമിയുടെ യൂണിഫോം തന്നെയാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സംരംഭത്തിൽ എനിക്ക് ഏറ്റവും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം കുറച്ചും കൂടി മെമ്മറബിൾ ആയിരിക്കണം എന്ന്. ഫസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഇറക്കുന്ന ഒരു ഇത് മെമ്മറബിൾ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ ലോഞ്ച് ചെയ്തത് നമ്മുടെ അക്കാഡമിയുടെ ന്യൂ യൂണിഫോമാണ്. അപ്പോൾ എന്തായാലും സോഫ്റ്റ് ലോഞ്ചിങ് വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. കാരണം എനിക്കധികം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണെങ്കിലും ഇനോഗ്രേഷൻ ഒരു വലിയൊരു ഫംഗ്ഷനായിട്ടൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഈ ഒരു സംരംഭവും നമ്മൾ അങ്ങനെ വലിയ ഗ്രാൻഡ് ആയിട്ട് ഓപ്പണിംഗ് ഒന്നും ചെയ്തിട്ടില്ല. സോഫ്റ്റ് ലോഞ്ചിങ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ നമ്മുടെ ഡിപ്ലോമ സ്റ്റുഡൻസിൻ്റെ ഫ്രഷേഴ്സ് ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ ദിവസമാണ് ഞാനത് ലോഞ്ച് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റുഡൻസ് അന്നാണ് അറിയുന്നതും ഇങ്ങനൊരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ രണ്ടും കൂടെയാണ് ഇപ്പോഴത്തെ എൻ്റെ കറൻറ്റ് പ്രൊഫഷൻ പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അതിന് ഒത്തിരി താങ്ക്സ്. അപ്പോൾ എന്തായാലും വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ മറക്കരുത്. ലാസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞങ്ങളുടെ സോഫ്റ്റ് ലോഞ്ചിങ് ആണ്. അപ്പോൾ ഇനി നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ആൻഡ് പ്രേയേഴ്സ് ഞങ്ങൾക്ക് വേണം. ഇനി ആരും ചോദിക്കരുത്. ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ കരിയർ ജേണി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.
Ash Signature Aviation Academy, where your dreams takes off. And now, the long-awaited moment for our next venture unfolds. Ash Signature Trends, launching soon.